बोलिए बताइए सुनाइए ദിസ് ഇസ് ഡോക്ടർ അമൽ MR ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു തിയറിയാണ് പിയർ പ്രഷർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും നമ്മുടെ ലൈഫ് വേറെ ആയിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു പിയർ പ്രഷർ എങ്ങനെ അവോയ്ഡ് ചെയ്യാം? എൻ്റെ ബിടെക് ലൈഫിൽ ഒരു പള്ളിയിലെ അച്ഛൻ പറഞ്ഞു തന്നൊരു സ്റ്റോറിയാണ് ഞാനെൻ്റെ ലൈഫിൽ ബേസിക്കായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു മോറൽ. ജർമ്മനിയിലെ ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു അച്ഛനും മകനും സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അവർക്ക് കുറേ വലിയ ഒരു കൃഷിയിടമുണ്ട്. ആ കൃഷിയിടത്തിൽ അവർ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ബലമെടുത്ത് അവർ നല്ല രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു. ചുറ്റുപാടും കുറേ ഗ്രാമവാസികളുണ്ട്. അവരെല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമവാസികൾ അവരെക്കുറിച്ച് പറയുകയാണ്, അവരുടെ ലൈഫ് നോക്കിയേ എന്ത് ഹാപ്പിയാണ്, അവർക്ക് കുറേ കൃഷിയിടമുണ്ട്, അവർ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ദിവസം അവരുടെ ലൈഫിലേക്ക് ഒരു കൊച്ചു കുതിരക്കുട്ടൻ കടന്നു വരികയാണ്. അപ്പോൾ ആ കുതിരക്കുട്ടനോട് കുറേ സ്നേഹം കാണിക്കുന്നുണ്ട്. അവരൊരുമിച്ച് കളിക്കുന്നുണ്ട്, അവരൊരുമിച്ച് ജീവിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ലൈഫ് കുറേ കൂടെ സന്തോഷമായി. നാട്ടുകാർ പറഞ്ഞു, അവരുടെ ലൈഫ് നോക്കിയേ അവർ കുറേ കൂടെ സന്തോഷിക്കുകയാണ്, അവരുടെ ലൈഫിലേക്ക് ദൈവം അവരൊരു കൊച്ചു കുതിരക്കുട്ടനെ കൊടുത്തു, അവർ വീണ്ടും ഹാപ്പിയാണ്. അങ്ങനെ അവർ കുറേ ആ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ആ ഒരു കുതിരക്കുട്ടനുമായിട്ട് കളിക്കുന്ന സമയത്ത് ആ കുതിരക്കുട്ടൻ്റെ ചവിട്ടേറ്റ് കുട്ടിയുടെ കാലൊടിഞ്ഞു പോവാണ്. അപ്പം നാട്ടുകാർ വരികയാണ്. നാട്ടുകാർ പറയുന്നുണ്ട്, നോക്കിയേ ആ കുട്ടിയെ നോക്കിയേ, ആ ഒരു കുതിരക്കുട്ടൻ അവരുടെ ലൈഫിലേക്ക് വന്നു, അവരുടെ കാലൊടിഞ്ഞു. എന്തു ചെയ്യും? ആ ഒരു സന്തോഷം ഒരു ദിവസം കൊണ്ട് അസ്തമിച്ചു. കുട്ടി ബെഡ് റെസ്റ്റിലായി. അടുത്തൊരു 6 മാസത്തേക്ക് ബെഡില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ജർമ്മനിയിലെ ഒരു ഗ്രാമം. അടുത്ത ദിവസം കുറേ പട്ടാളക്കാർ ആ വീട്ടിലേക്ക് വരികയാണ്, ആ ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ്. നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ടുവരാൻ വന്ന കുറേ പട്ടാളക്കാരായിരുന്നു. ഗ്രാമത്തിൽ വന്നു. എല്ലാ വീടുകളിൽ നിന്നും അവർ 15 വയസ്സിന് മുകളിലുള്ള കുട്ടികളെല്ലാം പിടിച്ചുകൊണ്ടുപോയി. ഈ കുട്ടിയെ നോക്കിയപ്പോൾ കാലൊടിഞ്ഞിരിക്കുകയാണ്, ഫിസിക്കലി ഫിറ്റ് അല്ല. അവരാ കുട്ടിയെ ഉപേക്ഷിച്ചു പോയി. നാട്ടുകാർ അപ്പോഴും പറഞ്ഞു, എന്ത് ഭാഗ്യം, ആ കുട്ടിയുടെ കാലൊടിഞ്ഞത് എത്ര നന്നായി, ആ കുതിരക്കുട്ടൻ കാരണം ആ കുട്ടി രക്ഷപ്പെട്ടു. ഒന്ന് നോക്കിയേ, ആ ഒരു സന്തോഷം മാറി സങ്കടമായി, സങ്കടം പിന്നെയും മാറി സന്തോഷമായി. നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഇതേപോലെയാണ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ സന്തോഷവും ദുഃഖവും ഒരേപോലെ മാറി മാറി വരും. ഈ ഒരു സ്റ്റോറി എൻ്റെ ബിടെക് ലൈഫിൽ ഒരു അച്ഛൻ പറഞ്ഞു തന്നതാണ്. ഞാനിത് ലൈഫിൽ ഇന്നും കീപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് നോക്കിയേ, നമ്മുടെ ലൈഫിലും ഇതേപോലെ സുഖവും സന്തോഷവും ദുഃഖവും മാറി മാറി വരും. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു സ്റ്റോറി മുന്നേക്കുണ്ട്. അതിൽ സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം മാറി മാറി വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ആ ഒരു കോൺഫിഡൻസാണ്, ആ ഒരു ആത്മവിശ്വാസമാണ്. ഇനി അങ്ങോട്ട് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് സങ്കടവും ദുഃഖവും എല്ലാം മാറി മാറി വരും. ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. പല രീതിയിൽ പല ജീവിതം മുന്നോട്ട് പോകുന്ന കുറേ ആൾക്കാർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിയർ പ്രഷർ. നമ്മളെക്കുറിച്ച് നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും, അവർ നമ്മളെക്കുറിച്ച് എന്താണ് കാണുന്നത് എന്ന് വിചാരിച്ച് നമ്മുടെ സമയം, നമ്മുടെ തീരുമാനങ്ങൾ മാറ്റിയാൽ നമ്മുടെ ലൈഫ് ഒരിടത്തും എത്തില്ല. ദിസ് ഈസ് ഡോക്ടർ അമൽ MR ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി, സൈനിങ് ഓഫ്.